ദൂരം അരികെ എത്ര നല്ലൊരു കോയിൻ ചെയ്തിരിക്കുന്ന വാക്കാണ്. നമുക്ക് എത്ര ദൂരമുള്ള കാര്യങ്ങളും നമുക്ക് മനസ്സിൽ കാണാൻ പറ്റും. നമ്മൾ സ്വപ്നത്തിൽ കണ്ടു നോക്കാം. നമ്മൾ സ്വപ്നത്തിൽ നോക്കുമ്പോൾ ദേവലോകത്ത് സഞ്ചരിക്കും, സ്വർഗരാജ്യത്ത് പോകാം, നമുക്ക് പാതാളത്തിൽ പോകാം, എവിടെ വേണോ പോകാം. നമുക്ക് എത്ര ദൂരെയുള്ള ആളുകളെ നമുക്ക് കാണാൻ പറ്റും. സൂര്യനെ കാണാം, ചന്ദ്രനെ കാണാം, എത്ര ദൂരെയുള്ള ആളുകളെ നമുക്ക് ദുബായിൽ ഇരുന്നു കൊണ്ട് നാട്ടിലെ ആളുകളെ കാണാൻ പറ്റും, നാട്ടിലിരുന്നുകൊണ്ട് അങ്ങോട്ട് കാണാൻ പറ്റും. അപ്പോൾ ദൂരെയുള്ള ആളുകളെ അരികിൽ കാണാൻ പറ്റും, അരികിലുള്ള ആളുകളെ ദൂരത്ത് കാണാൻ പറ്റും. എത്ര മനോഹരമായിട്ടുള്ള ഒരു സങ്കല്പമാണ്. അപ്പം ജീവിതം എന്ന് പറയുന്നത് എല്ലാം ഇങ്ങനെ ദൂരെ അല്ല, പലതും നമ്മുടെ അരികിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ അരികിലേക്ക് വരുത്താൻ, നമ്മുടെ ദൂരെയുള്ളതിനെ അരികിലേക്ക് വരുത്താൻ കഴിയുന്നത് വലിയൊരു മനോഹാരിതയാണ്, നല്ല രസകരമാണ്. അതൊരു സൗന്ദര്യമാണ്, ഒരു സൗന്ദര്യബോധമാണ്. നമ്മൾ ദൂരെയാണ് ഇരിക്കുമ്പോൾ കാമിനികൾ, പ്രണയിക്കുന്നവർ, വിവാഹം കഴിക്കാൻ നിശ്ചയിച്ചവർ ഒക്കെ ദൂരെയായിരിക്കും ഇരിക്കുന്നത്. പക്ഷെ ആ ദൂരെ ഇരിക്കുമ്പോഴും അരികിലുണ്ട് എന്നുള്ള തോന്നൽ, മരിച്ചുപോയവർ പോലും നമ്മുടെ അരികിലുണ്ട് എന്നുള്ളൊരു തോന്നൽ, എത്ര ദൂരങ്ങളിരുന്നാലും, ഏത് കാലത്തിരുന്നാലും, ഏത് ദേശത്തിരുന്നാലും അരികിലുണ്ട് എന്നുള്ള തോന്നലാണ് മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത്. നമുക്ക് എൻ്റെ അരികിലുണ്ട്, എൻ്റെ കൂടെയുണ്ട്, നിഴൽ പോലെയുണ്ട്, എൻ്റെ ഊണിൽ ഉറക്കത്തിൽ എല്ലായ്പ്പോഴും എന്നോടൊപ്പം ഉണ്ട് എന്നുള്ള ആ അരികിലുള്ള ഉണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടല്ലോ, അത് മനോഹരമാണ്. ഭൗതികമായി ഒരുപക്ഷെ ദൂരെ തന്നെയായിരിക്കും, ഒരുപക്ഷെ ഈ ഭൂമിയിൽ പോലും ഉണ്ടാകില്ല, എന്നാലും എൻ്റെ അരികിലുണ്ട് എന്ന് നമുക്ക് തോന്നുന്നത് വല്ലാത്തൊരു തോന്നലാണ്. അതൊന്നൊന്നര ഫീലാണ്. അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയാൽ പിന്നെ ജീവിതം സുന്ദരമാണ്, മനോഹരമാണ്. ദൂരം അരികെ തന്നെയാണ്. रे